നമ്മൾ ഇതുവരെ എന്താ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓർഡറിലിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനാണ് പഠിച്ചത്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു വെക്ടർ, ഇങ്ങനെ ഒരു വെക്ടർ, ഇത് എയും ഇത് ബിയും. അപ്പോൾ ഇതായിരുന്നു സി. ഇതിനായിരുന്നു നമ്മൾ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് വിളിച്ചത് അല്ലേ? ഓക്കെ, സോ സിമ്പിൾ. ഇതിപ്പോൾ ഓർഡറിലായതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റിയത്. ഇനി നമ്മളോട് പറയുകയാണ് ഓർഡറിലല്ലാത്ത രണ്ട് വെക്ടർ, കോ ഇനീഷ്യൽ വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം. എന്താണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇനീഷ്യൽ പോയിന്റിലുള്ള വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം. നമുക്ക് ട്രയാങ്കുലാർ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ നേരിട്ട്. പറ്റൂല, തീർച്ചയായിട്ടും പറ്റൂല. ബിക്കോസ് ട്രയാങ്കുലാർ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് സൈഡ്സ് ഓർഡറിലായിരിക്കണം അല്ലേ? അപ്പം നിങ്ങളെ മനസ്സിലുണ്ട് എനിക്കറിയാം, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. സാറ് ഇത് വളരെ എളുപ്പമല്ലേ, അവനങ്ങോട്ട് പാരലലി ഷിഫ്റ്റ് ചെയ്താൽ പോരെ? ഇവനങ്ങോട്ട് പാരലലി ഷിഫ്റ്റ് ചെയ്താൽ അതും ബി തന്നെയല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചൂടെ? ഇതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചേ? കറക്റ്റാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു പ്രയാസമില്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് മറ്റൊരു നിയമം പറയുകയാണ്, നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്, യു ക്യാൻ തിങ്ക് ഡിഫറെൻറ്റ് വേ, മറ്റൊരു രീതിയിൽ ചിന്തിക്കാം എന്നൊരു നിയമം പറയാം. അതിനെന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളോട് ആഡ് ചെയ്യാൻ രണ്ട് വെക്ടേഴ്സ് തന്നില്ലേ, എയും ബിയും അല്ലേ? ഓക്കെ, ഇനി നിയമം നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ഉപയോഗിച്ച് ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. കണ്ടില്ലേ, ബിയും എയും. ഇത് വീണ്ടും എ തന്നെയാണ്, ഇത് ഇതിൻ്റെ പാരലാണ്, ഇത് ഇതിൻ്റെ പാരലാണ്, ഇത് ബി തന്നെയാണ്. ഇപ്പോൾ ഒരു പാരലലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ തന്ന രണ്ട് വെക്ടേഴ്സ്. ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാ? തീറ്റ. സംശയമില്ല. എന്നാ നിയമം പറയുന്നത്? നോക്കി, ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം ഇതിൻ്റെ സം ഏതാ? എൻ്റെയും ബിൻ്റെ സമ്മ് ഇതല്ലേ? ശരിയല്ലേ? അല്ലേ? ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരമല്ലേ സമ്മ്? ആ വരച്ചത് എന്താ ഇപ്പോൾ? പാരലോഗ്രത്തിൻ്റെ യെസ്, ഡയഗണൽ. പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ, വെറും ഡയഗണൽ അല്ല, ഡയഗണൽ സ്റ്റാർട്ടിങ് ഫ്രം ദി കോമൺ പോയിന്റ് ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഡയഗണൽ. അപ്പോൾ നമ്മൾ എഴുതിയെടുക്കാം. നിങ്ങൾ സൈഡ് ഹെഡിങ് എഴുതേണ്ടത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താ നല്ല മലയാളത്തിൽ പറഞ്ഞ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? ആഡ് ചെയ്യാൻ തന്ന രണ്ട് വെക്ടറുകൾ പാരലലോഗ്രത്തിൻ്റെ അഡ്ജസൻ്റ് സൈഡുകളാണെങ്കിൽ രണ്ടാളുടെയും കോമൺ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഡയഗണൽ ആ രണ്ട് വെക്ടറുകളുടെ സമ്മാണ്. അതന്നെയല്ലേ? അതെ, സെയിം തിങ്. അപ്പോൾ എഴുതി വെച്ചോളൂ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക? ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് adjacent sides of a parallelogram, then the diagonal starting from the common point of two vectors represents sum of those two vectors. ഇതാണ് ഏറ്റവും സിമ്പിളായി പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇനി ഇതാണ് സമ്മെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കി? ഇതാണ് സമ്മെങ്കിൽ സി എന്താ? എ പ്ലസ് ബി. ഇതല്ലേ സി? ഇതല്ലേ റിസൾട്ടൻ്റ് എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ? ബാക്കിയെല്ലാം സെയിം തന്നെ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്? റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സി എന്നാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതിലൊരു മാറ്റമില്ല. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതിലും ഒരു സംശയവും ഒരു മാറ്റവും ഇല്ല. അത്രയേ ഉള്ളൂ.
ബാക്കിയൊക്കെ സെയിം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതും ഒക്കെ എക്സാക്ട്ലി സെയിം. ആ സെൻറ്റൻസിൽ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ലോ ഓഫ് അഡീഷൻ ആണുള്ളത്. ഒന്ന് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, രണ്ട് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ശരി. അടുത്തത് ഡിഫറൻസ് ഓഫ് ടു വെക്ടേഴ്സ് കണ്ടുപിടിക്കലാണ്. രണ്ട് വെക്ടറുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കണം. ജസ്റ്റ് ലൈക്ക് വെക്ടർ സി കണ്ടുപിടിക്കണം. ആ വെക്ടർ സി ആരാണ്? എ എന്ന വെക്ടറിൽ നിന്നും ബി വെക്ടർ കുറച്ചതാണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡിഫറൻസ് ഓഫ് ടു വെക്ടേഴ്സ്. 5 2 കുറയ്ക്കാൻ പറഞ്ഞാൽ ശരിക്ക് കണക്ക് എന്താണെന്നറിയോ പറയുന്നത്? കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല എന്ന്. കുറയ്ക്കുക, ഡിഫറൻസ് എടുക്കുക എന്ന് പറഞ്ഞൊരു മെത്തേഡില്ല. പിന്നെ എന്താ ഉള്ളത്? നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ 5 - 2 എന്ന് പറഞ്ഞാൽ 5 + -2 എന്നാണ് അർത്ഥം. 5 - 2 എന്ന് പറഞ്ഞാൽ 5 + -2 എന്നാണ് അർത്ഥം. കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇല്ല. ഓൺലി പ്രോസസ് ഈസ് ആഡിങ് ദ നെഗറ്റീവ് നമ്പർ. ഓക്കെ, എന്നാൽ നമ്മളൊന്ന് നോക്കുക. ഇതൊരു വെക്ടർ എ ആണ്. ആ വെക്ടറിൽ നിന്ന് ഇനി വെക്ടറിൽ എന്താ ചെയ്യാൻ നോക്കാം? ബി ഉണ്ട്. ഈ രണ്ടാളും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. നമുക്ക് എന്താ വേണ്ടത്? എയിൽ നിന്ന് ബി കുറയ്ക്കണം. വി ഹാവ് ടു സബ്ട്രാക്ട് എ ഫ്രം ബി. മീൻസ് വി ഹാവ് ടു ഡു എ വർക്ക് വെക്ടർ എ മൈനസ് വെക്ടർ ബി. വെക്ടർ എ മൈനസ് ബി ചെയ്യണം. ഇതാണ് നമ്മുടെ ജോലി. വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഉത്തരം ഇതാണ്. സത്യത്തിൽ വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് നെഗറ്റീവ് വെക്ടർ ബി എന്നാണ്. ഇത്രേ ഉള്ളൂ. എന്താ നെഗറ്റീവ് വെക്ടർ ബി? അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നെഗറ്റീവ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നിറ്റ്യൂഡ് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബീനെ എക്സാക്ട്ലി തിരിച്ചിടണം. ഇതാണെന്ത്? നെഗറ്റീവ് വെക്ടർ ബി. നമ്മൾ പഠിച്ച നെഗറ്റീവ് വെക്ടർ ഓഫ് എ വെക്ടർ ഈസ് അനദർ വെക്ടർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ഇതും കൂടെ ആഡ് ചെയ്യണം. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാവുന്നേ ഉള്ളൂ. ഇത് 180 മൈനസ് തീറ്റയാണ്. ഇനി ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ദ പാരലോഗ്രാം ആൻഡ് ദിസ് മച്ച് ഈസ് ദി വെക്ടർ സി. That is equal to vector A plus minus vector B. That's it. So vector C is equal to vector A minus B. Now turn to vector A plus minus vector B. Now what you know? C modulus അല്ലേ? സമ്മല്ലേ? ആക്ച്വലി സമ്മല്ലേ? ഇത് സമ്മന്നെയാണ്. പുതുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ. പുതുതായിട്ടൊന്നും പറയില്ല. സം ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 into a into b cos 180 minus theta. എയും ബി ഒക്കെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ നെഗറ്റീവ് ബി എന്നൊന്നും വെറും മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab into cos 180 minus theta is minus cos theta. So that is c is equal to root of a square plus b square minus 2ab cos theta. That's it. ഇപ്പോൾ രണ്ട് വെക്ടറുകളുടെ സം എടുത്തതുപോലെ തന്നെ രണ്ട് വെക്ടറുകളുടെ ഡിഫറൻസ് എടുക്കാൻ ഇതാണ് മാർഗം. ഓക്കെ, നൗ എന്താണ് ആൽഫ? ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഒരു വ്യത്യാസമില്ല, ബി സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടുള്ളൂ, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഓക്കെ, ബി സൈൻ തീറ്റ എത്രയാ? 180 മൈനസ് തീറ്റ പ്ലസ് എ പ്ലസ് ബി കോസ് 180 മൈനസ് തീറ്റ. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്. കോസ് 180 മൈനസ് തീറ്റ കോസ് 180 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് കിട്ടും ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി cos 180 minus theta is minus cos theta.
So now it will be turned to be tan inverse b sin theta divided by a minus b cos theta. This is how we find the difference of two vectors. Okay? Simple അല്ലേ? നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ 180 മൈനസ് തീറ്റയിൽ അപ്ലൈ ചെയ്തു. കാര്യം ഡിഫറൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ കുറയ്ക്കേണ്ടുന്ന വെക്ടറിനെ, ഡിഫറൻസ് എടുക്കേണ്ടുന്ന വെക്ടറിനെ തിരിച്ചിട്ട് കൂട്ടി നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അടുത്തത് പോളിഗോണൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതൊക്കെ കേട്ട് വല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. പോളിഗോണൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണ് പോളിഗോണൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ? ഞാൻ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞതെടുത്ത് തുടങ്ങാം. ഓക്കെ, ഞാനൊരു 4 ഡിസ്പ്ലേസ്മെന്റ് തരാം. 1 2 3 4. ഈ ഡിസ്പ്ലേസ്മെന്റുകളെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക? യെസ്, ഇതല്ലേ? അപ്പൊ ഈ വെക്ടറുകളുടെ ഒക്കെ സമ്മാര ഇതല്ലേ? അല്ലേ? ഉറപ്പല്ലേ? എന്നാ വേണ്ട, അടുത്തൊരു 3 നോക്കിക്കോളൂ, മറ്റൊരു 4. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് ഇതല്ലേ? ഇനി ഇതിപ്പോൾ എത്ര സൈഡുണ്ട്? 1 2 3 4 5 സൈഡുണ്ട്. 5 സൈഡിൽ 1 2 3 1 2 3 4 സൈഡുണ്ട്. അപ്പോൾ ഇവിടെ 5 സൈഡിൽ 4 ഓർഡറിലാണെങ്കിൽ അതിൻ്റെ സമ്മ് ഓപ്പോസിറ്റ് ഓർഡറിലുള്ള 5ാമത്തെ ആള്. ഇസ് ഇറ്റ്? ആണ്, ഉറപ്പല്ലേ? ഇവിടെ 3 ഓർഡറിലാണെങ്കിൽ സമ്മ് ഓപ്പോസിറ്റ് സൈഡിലുള്ള അവസാനത്തെ സൈഡ്, റിവേഴ്സ് ഓർഡറിലുള്ള അവസാനത്തെ സൈഡ്. എന്ന് വെച്ചാൽ n സൈഡ്സ് ഉള്ള പോളിഗൺ ആണെങ്കിൽ ഓർഡറിലുള്ള n-1 സൈഡുകളുടെ സമ്മ് റിവേഴ്സ് ഓർഡറിലുള്ള nth സൈഡാണ്. ഓർഡറിലുള്ള 4 സൈഡുകളുടെ സമ്മ് റിവേഴ്സ് ഓർഡറിലുള്ള 5ാമത്തെ സൈഡാണ്. ഓർഡറിലുള്ള 3 സൈഡുകളുടെ സമ്മ് റിവേഴ്സ് ഓർഡറിലുള്ള 4ാമത്തെ സൈഡാണ്. n സൈഡ്സ് ഉള്ള പോളിഗണിൽ n-1 ഓർഡറിലുള്ള വെക്ടറുകളുടെ സമ്മ് റിവേഴ്സ് ഓർഡറിലുള്ള nth വെക്ടറാണ്. ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എഴുതി വെച്ചോളൂ. If n-1 sides of a polygon in order represents vectors, then the nth side in the reverse order represents sum of all those vectors. മലയാളത്തിൽ കാര്യം മനസ്സിലാക്കി പറഞ്ഞേ. n സൈഡുള്ള പോളിഗണിൽ n-1 സൈഡുകൾ ഓർഡറിലാണെങ്കിൽ റിവേഴ്സ് ഓർഡറിലുള്ള n-ാമത്തെ സൈഡ് ആ വെക്ടറുകളുടെ എല്ലാം സമ്മാണ്. അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതി നോക്കി വെച്ചോക്കി. ഇനി നിങ്ങൾ ഇതേ ഡിസ്പ്ലേസ്മെന്റ് തന്നെ വേറെ രീതിയിലും പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയാം. ഒരു ഡിസ്പ്ലേസ്മെന്റ്, 2 ഡിസ്പ്ലേസ്മെന്റ്, 3 ഡിസ്പ്ലേസ്മെന്റ്, 4 ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഇസ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്? നമുക്കറിയാം, ഈ എല്ലാ വെക്ടറുകളും കൂടെ കൂട്ടിയാൽ എന്താ? 0. ഇസ്ന്റ് ഇറ്റ്? ഒരു ഡിസ്പ്ലേസ്മെന്റ്, 2 ഡിസ്പ്ലേസ്മെന്റ്, 3 ഡിസ്പ്ലേസ്മെന്റ്. എന്താ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്? 0. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനത്തെ എത്ര n സൈഡ്സ് ഉള്ള പോളിഗൺ വരച്ചു വിചാരിക്കുക. അങ്ങനെ n സൈഡ്സ് ഉള്ള പോളിഗൺ വരച്ചു. സമ്മത്രയാ? 0. ഇവിടെ ഇപ്പം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 സൈഡ്സ്. എങ്ങനെയുണ്ട്? ഓർഡറിൽ. അപ്പൊ n സൈഡുകൾ ഓർഡറിൽ ഒരു പോളിഗൺ ഉണ്ടാക്കിയാൽ ആ വെക്ടറുകളുടെ എല്ലാം കൂടെ സമ്മ് 0. അത് പറയുന്നു, ഇത് പറയുന്നു ഒക്കെ ശരി തന്നെയാ, സെയിം തന്നെയാ കാര്യം.
അപ്പോൾ ഇഫ് n വെക്ടേഴ്സ് വേറെ രൂപത്തിൽ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷന് മറ്റൊരു രൂപമാണ് അനദർ ഫോം. ഇഫ് n വെക്ടേഴ്സ് in order represents the vectors, if n vectors in order forms a polygon, then the sum of all those n vectors is 0. Thrill? If n vectors in order form a polygon, then the sum of all those n vectors is 0. This is polygonal law of vector addition. അപ്പോൾ നമ്മൾ വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? നന്നായിട്ട് പഠിക്കാം. ഫിസിക്സ് അറിഞ്ഞ് പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. വെറുതെ എഴുതി പഠിച്ചു എന്താ പറയുക, ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു. എഴുതി പഠിക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എഴുതി കോപ്പി അടിച്ച് പഠിക്കാനല്ല, സ്വന്തമായി എഴുതണം. പഠിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ വായിച്ച് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വായിച്ച് പഠിക്കണം. എന്താ ഞാൻ പഠിക്കണേ, വാട്ട് ഈസ് ദിസ്? യു ആസ്ക് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്. സ്വയം ചോദ്യം ചോദിച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ ഫിസിക്സ് പഠിത്തം കംപ്ലീറ്റ് ആവൂ. ഓക്കെ, മിടുക്കന്മാരാവുക, നല്ല ഉഷാറാവുക. നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. ഐ ഹാവ് ടു ഡു സംതിങ് എന്ന് എപ്പോഴും മനസ്സിനോട് പറയണം. ഐ ഹാവ് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒന്ന് വലുത് ചെയ്യണം. അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കുന്ന മാഷന്മാർക്കും നാട്ടുകാരെ കാണിക്കാനൊന്നുമല്ല, എനിക്കൊരു സന്തോഷത്തിന് ഐ ഹാവ് ടു ഡു സംതിങ്. അതാണ് സ്പിരിറ്റ്. ആ മനസ്സിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചരിത്രം നിങ്ങൾക്ക് വേണ്ടി അധ്യായങ്ങൾ എഴുതും. ഓൾ ദ ബെസ്റ്റ്. ഉഷാറാക്കാം. താങ്ക് യു.